അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പലർക്കും സംശയമുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് കൂടുതൽ പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കണം. അതായത് ഐ ടിയിൽ താല്പര്യമുണ്ട്, ഐ ടി കയറണം. പക്ഷേ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ഒരു സംശയമുണ്ട്. ഏത് ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പലർക്കും അതായത് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ അവർ ചോദിക്കുന്ന ഏത് ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അറിയുന്നില്ല, കൺഫ്യൂഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ കൺഫ്യൂഷൻ മൊത്തം ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാം. എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് ലാംഗ്വേജാണ് ചൂസ് ചെയ്യണം എന്നറിയുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കണം. നമ്മൾ പ്രോപ്പറായിട്ട് ജാവയുടെ ഒരു പ്ലേലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ വീഡിയോ തന്നെ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരച്ച് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം ഇത് കാണാം. കാരണം എന്താ വെച്ചാൽ ഒന്നും കൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കാം. എങ്കിലും ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ വെച്ചാൽ, അതായത് ഈ ശരിക്കും നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മൾ കാണുന്ന ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, ഇതിനൊക്കെ എന്താ അറിയില്ല, അതിൻ്റെതായ സ്വന്തം ലാംഗ്വേജ്. ആ ലാംഗ്വേജിൻ്റെ പേരാണ് ബൈനറി ലാംഗ്വേജ് ആണ്. അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും 0 1 1 0 0 എന്നുള്ള ഒരു കോഡ് ബേസ് വർക്ക് ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. ഇതൊക്കെ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് ആണത്. പക്ഷെ ഇത് എന്തറിയില്ല, ഒരു ഹ്യൂമന് മനസ്സിലാവില്ല. അതേപോലെ തന്നെ ഹ്യൂമൻ്റെ ലാംഗ്വേജ് ആർക്കും മനസ്സിലാവില്ല, ഈ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സിനും മനസ്സിലാവില്ല. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ലാംഗ്വേജിൽ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിംഗ് എഴുതിയിട്ട് ആ പ്രോഗ്രാമിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോഡ് എഴുതുന്നു, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള കോഡ് എഴുതുന്നു. ആ കോഡ് എഴുതുന്നതിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതിയതിന് ശേഷം അതിനെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട്, അത് ഞാൻ കമ്പൈലറൊക്കെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ കമ്പൈലറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതായത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് കമ്പൈലറാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്തെങ്കിലും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കുക. അപ്പോൾ ഏത് ലാംഗ്വേജ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഓരോ ലാംഗ്വേജും, ഇപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് എന്തുണ്ട് നമുക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജാവ സ്ക്രിപ്റ്റ്, പൈത്തൺ, പിന്നെ അതുപോലെ കോട്ട്ലിൻ, PHP, അങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഏത് ലാംഗ്വേജസ് ആണ് ഇപ്പോൾ എടുക്കേണ്ടത്, ഏതാണ് മോസ്റ്റ് ഓഫ് ഡിമാൻഡുള്ള ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, അതായത് നമ്മളെ ലിസ്റ്റിൽ ആദ്യത്തെ ലാംഗ്വേജ് ആണ് ജാവ സ്ക്രിപ്റ്റ് എന്നുള്ള ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ ഡെവലപ്പേഴ്സും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവ സ്ക്രിപ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാവ സ്ക്രിപ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, അതൊരു ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ ജാവ സ്ക്രിപ്റ്റ്. ഈ ജാവ സ്ക്രിപ്റ്റ് എന്ന് വെക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ജാവ സ്ക്രിപ്റ്റ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെബിനാണ് ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ചാൽ വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ കൂടുതലായി അത് ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ, അതായത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം തന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും കാര്യങ്ങളൊക്കെ. പിന്നീടാണ് എന്ത് ചെയ്തത്, അതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് Node.js എന്ന് പറഞ്ഞിട്ട് ഒരു റൺ ടൈം എൻവയറമെന്റ് ഒക്കെ വന്നിട്ട് അതിന്റെ ബാക്ക് എൻഡ് സൈഡ്, അതായത് ഇപ്പോൾ നിലവിൽ ജാവാ സ്ക്രിപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് എൻഡ് നമുക്ക് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ സെർവർ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ APIs ഉണ്ടാക്കാൻ വേണ്ടിയും ബാക്ക് എൻഡ് സംഭവം നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഈ ജാവാ സ്ക്രിപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്രമല്ല, നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് വെച്ചിട്ട് റിയാക്ട് നേറ്റീവ് എന്നുള്ള ഒരു ജാവാ സ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൊബൈൽ ഡെവലപ്മെൻറ്റും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ജാവാ സ്ക്രിപ്റ്റ് പഠിച്ചാൽ തന്നെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ വെബ് ആപ്ലിക്കേഷൻ, പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ബാക്ക് ആൻഡ് സെർവർ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ജാവാ സ്ക്രിപ്റ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് പീപ്പിളും ഉപയോഗിക്കുന്നത് ജാവാ സ്ക്രിപ്റ്റ്. ഇനി അതല്ലാതെ നിങ്ങൾ ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 99.7% ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് എന്ന് വെച്ചാൽ ജാവാ സ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ ഒരു പൈത്തൺ വെച്ച് നമ്മളൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുക, ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ആ ജാവാ സ്ക്രിപ്റ്റിലുള്ള വെബിൽ സപ്പോർട്ട് ആവുന്ന
കുറേ കൺസെപ്റ്റ് എന്ത് സപ്പോർട്ട് മീൻസ് പൈത്തൺ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, അതായത് ജാവ സ്ക്രിപ്റ്റും ജാവ എന്നുള്ള രണ്ട് വേർഡ് ഉപയോഗിച്ച് പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജാവയാണ് ജാവ സ്ക്രിപ്റ്റ് ഒന്നാണ്, ഇവർ രണ്ടിൽ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, എന്താ ഇതിൽ തമ്മിൽ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ഉണ്ടെന്ന് നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും. ഒരു വ്യത്യാസമില്ല, രണ്ടും രണ്ട് ലാംഗ്വേജസ് ആണ്, രണ്ടും നല്ല രീതിയിൽ ഡിഫറെൻ്റ് ഉണ്ട്, ഭയങ്കര നല്ല രീതിയിൽ ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷെ ജാവ സ്ക്രിപ്റ്റും ജാവ എന്നുള്ളത് രണ്ട് പേര് തമ്മിൽ ചില എന്തുണ്ട്, ജാവ ജാവ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആ ഒരു കമ്പാരിസൺ വരും. ഇത് കാരണം പറയാം, ആദ്യം ഈ ജാവ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പേര് എന്ന് വെച്ചാൽ ലൈവ് സ്ട്രീം എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. ലൈവ് സ്ട്രീം എന്നാണ് ഇതിൻ്റെ പേര് ഉണ്ടായിരുന്നത്, ലൈവ് സ്ട്രീം. പിന്നെ എന്താ വെച്ചാൽ ആ സമയത്ത് ആ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ഇതെന്താണെന്ന് വെച്ചാൽ ജാവയാണ് പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ്. അന്നും പോപ്പുലറാണ്, ഇന്നും പോപ്പുലറാണ്. അന്ന് നല്ല രീതിയിൽ പോപ്പുലർ ആയിരുന്നത് ജാവ എന്നുള്ള ലാംഗ്വേജ് ആയിരുന്നു മറ്റുള്ള ലാംഗ്വേജിനേക്കാളും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള യങ്കർ ഡെവലപ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ ജാവനെയും ഈ ലൈവ് സ്ക്രിപ്റ്റിനെയും എന്ത് ഒരുമിച്ച് കൂട്ടി ഒരു പേരുണ്ടാക്കിയതാണ് ജാവ സ്ക്രിപ്റ്റ്. അതായത് ജാവ സ്ക്രിപ്റ്റ് വന്നപ്പോൾ നല്ല രീതിയിൽ അത് ബൂമിങ് ആവാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അപ്പോൾ എന്ത് ഈ ജാവനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അന്നത്തെ ആ ഡെവലപ്പേഴ്സ് വിളിച്ച പേരാണ് ജാവ സ്ക്രിപ്റ്റ്. അത് ഇന്നും പോപ്പുലർ ആയിട്ടുണ്ട്. ഇത് രണ്ട് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഈ പറഞ്ഞ ഒരു വ്യത്യാസം മാത്രമേ എന്തുള്ളൂ ഈ കാണുന്നുള്ളൂ. അതായത് അന്നത്തെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ജാവ ഭൂമിക ആയതുകൊണ്ട് ജാവ സ്ക്രിപ്റ്റ് എന്നുള്ളത് ലൈവ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ജാവ സ്ക്രിപ്റ്റ്, അതാണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായി പറയാൻ പോകുന്ന ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോൾ പൈത്തൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ കൂടുതലായി കേട്ട ഒരു സംഭവമാണ്. പൈത്തൺ പഠിക്കാൻ എളുപ്പമാണ്, പൈത്തണാണ് സംഭവം, ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ഒക്കെ ശരിയാണോ, പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, പൈത്തൺ പഠിച്ചാൽ എളുപ്പമല്ല, അപ്പോൾ അത് പഠിച്ചാൽ പോരെയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സജഷൻ പറയുകയാണെങ്കിൽ പൈത്തൺ ആവട്ടെ ഏത് ലാംഗ്വേജ് എടുത്ത് നോക്കിയാലും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് ഈസി സിമ്പിൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സിൻടാക്സ്, അതായത് ജാവ ഇല്ലെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിലൊക്കെ എഴുതുന്ന കോഡിനേക്കാളും ചുരുക്കി നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പൈത്തൺ എഴുതാൻ പറ്റും. അത് മാത്രമാണ്, ആ ചുരുക്കി എഴുതണമെങ്കിൽ അതിനൊരു എഫേർട്ട് ഇടണം, കാരണം അത് പഠിച്ചെടുക്കണം, അതിൻ്റെ സിൻടാക്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. പിന്നെ സിമ്പിളാണ് പറയുന്നത് എന്താ വെച്ചാൽ കോഡിൻ്റെ റീഡബിലിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ് എന്ത് പൈത്തൺ അതിൻ്റെതായ ഒരു കഷ്ടപ്പാടുണ്ട്. അത് പൈത്തൺ പഠിച്ചവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പൈത്തൺ എന്താ ഉപയോഗിക്കാം, പൈത്തൺ കൂടുതലായി ഉപയോഗിക്കുന്നത് വെബ്സൈറ്റിന് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ ജാങ്കോ എന്നൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ജാങ്കോ എന്നുള്ള ഫ്രെയിം വർക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. വെബ് സെർവറിനാണെങ്കിലും എല്ലാത്തിനും ഒരു ബാക്ക് എൻഡ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതലായും പൈത്തൺ എന്ന് വെച്ചാൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ ആർക്കെങ്കിലും ഡീപ്പ് ലേണിംഗ് പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പോകണം എന്ന് താല്പര്യപ്പെടുന്നുള്ള ആൾക്കാരാണെങ്കിൽ പൈത്തൺ ആയിരിക്കും നല്ലത്. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പൈത്തൺ ആയിരിക്കും. അതല്ല വെബ് ഡെവലപ്മെൻറ്റ്, വെബിലാണ് ഒരു കുറച്ചും കൂടി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ജാവ സ്ക്രിപ്റ്റ് എടുക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ജാവ സ്ക്രിപ്റ്റ് പഠിച്ചാൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, ഇതുപോലെ തന്നെ ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ജാവ സ്ക്രിപ്റ്റ് ആണ് എടുക്കുന്നതിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതല്ല കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നോക്കാൻ ഡാറ്റ സയൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ലേണിംഗ്, അതുപോലെ AI ടൂൾസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്ലെൻഡർ എല്ലാവരും കേട്ടിട്ടുണ്ടോ, ബ്ലെൻഡർ ബിൽഡ് ചെയ്തത് പൈത്തൺ വെച്ചിട്ടാണ്. അപ്പോൾ പൈത്തൺ ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലെൻഡർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ചില 3D എലമെന്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി, അതിൻ്റെ പാക്കേജസ് ഒക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പൈത്തൺ. അപ്പോൾ പൈത്തൺ എന്നുള്ളത് പ്രിഫർ ചെയ്യുന്ന ഈ രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ഈ പറഞ്ഞ ഡാറ്റ സയൻസ് അങ്ങനെ നോക്കുന്നുണ്ടവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പൈത്തൺ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈത്തൺ എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. അടുത്തത് പറയാൻ പോകുന്ന ഒരു ലാംഗ്വേജ് ആണ് ഗോ ലാംഗ്വേജ്. ആ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോസ്റ്റ് ഓഫ് കൂടുതലായി കേട്ടിട്ടുള്ള ഒരു ലാംഗ്വേജിനെ കുറിച്ചായിരിക്കും ഗോ ലാംഗ്വേജ്. ഇപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് ലാംഗ്വേജ് ആണ് ഈ പറയാൻ പോകുന്ന ഗോ ലാംഗ്വേജ്. കാരണം എന്താ വെച്ചാൽ കൂടുതൽ കമ്പനീസും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ് ഗോ ലാംഗ്വേജ്. ഗോ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് ഗൂഗിളാണ്. ഗൂഗിളിൻ്റെതാണ് എന്ത് ഈ ഗോ ലാംഗ്വേജ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം അവരെന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ എല്ലാ ഈ കമ്മ്യൂണിറ്റീസ് കൂടുതലായിരിക്കും ഇതിന്. കാരണം എന്താ വെച്ചാൽ അവർ അത്രത്തോളം അതിനെ പെർഫോം ചെയ്ത് കൂട്ടാൻ നോക്കും. പിന്നെന്ന് വെച്ചാൽ ഗോ ലാംഗ്വേജിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് വെച്ചാൽ എല്ലാ ക്രോസ് പ്ലാറ്റ്ഫോം, അതായത് എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് കൂടുതലും ഗോ ലാംഗ്വേജ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ഊബർ നമ്മൾ ഈ ഗോ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോപ്പ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ആ ഡ്രോപ്പ് ബോക്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനും
ഈ പറഞ്ഞ ഗോലാംഗ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗോ ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ ആ ഗോ ലാംഗ്വേജും കൂടി നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഗോ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുമ്പ് ചെറുതായി ഒരു ബേസിക് ലെവൽ അടുത്ത ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി എന്താണ് എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനും നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. അതല്ല നേരിട്ട് ഗോ ലാംഗ്വേജിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, ഇനി അടുത്തതായി പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് നമുക്കെല്ലാം അറിയാവുന്ന ജാവയാണ്. ജാവ എന്നുള്ളത് എല്ലാവർക്കും കൂടുതലായി അറിയുന്നത്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ശരി, ഐ ടി ബാക്ക്ഗ്രൗണ്ട് വന്ന ആൾക്കാരും എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ് ജാവ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ പഴയ ലാംഗ്വേജ്, ഏറ്റവും പഴയ ലാംഗ്വേജ് ആണ്. കാരണം അത്രത്തോളം എന്തുണ്ട്, അത്രത്തോളം കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ജാവനെ കുറിച്ചാണ്. കാരണം ജാവ എന്ന് വെച്ചാൽ ജാവ ഒരു ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾക്ക് ജാവ വെച്ചിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ കൂടുതൽ പക്ഷേ ഫോക്കസ് ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസിനൊക്കെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു നല്ല രീതിയിൽ റോബസ്റ്റ് ആയിട്ട് നമുക്കൊരു ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ജാവ വെച്ചിട്ടാണ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ജാവന് ശേഷം പല ലാംഗ്വേജും വന്നിട്ടുണ്ടെങ്കിലും ജാവ ഇന്നും അന്നും എന്താണ് മോസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒന്നായിട്ടാണ് ഇപ്പോഴും ജാവ ഉള്ളത്. അപ്പോൾ ജാവ എന്ന് വെച്ചാൽ ജാവ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ സിസ്റ്റം നമുക്ക് തന്നെ അറിയാം. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഗൂഗിൾ, ട്വിറ്റർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് അടക്കം ഈ പറഞ്ഞ ജാവ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം മോസ്റ്റ് ഹൈ ഡിമാൻഡഡ് ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ ജാവ. ജാവയിൽ എന്ന് വെച്ചാൽ പക്ഷെ ഇപ്പോഴുള്ള ഇഷ്യൂസ് എന്താ വെച്ചാൽ ജാവനെ ഹയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതലായി നോക്കുന്നത് എന്താ വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ യങ് ആയിട്ടുള്ള മീൻസ് ഒരു ഐ ടിയിലേക്ക് കടക്കണം എന്ന് ചിന്തിച്ച് വരുന്നവർക്ക് ഒരു നല്ല ലാംഗ്വേജ് ആണ്. പക്ഷേ എങ്കിലും ഇത് മാറ്റി ജാവാസ്ക്രിപ്റ്റ് അതൊക്കെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാവ മാത്രം പഠിച്ചാൽ അവർ സ്കിൽഡ് ആയിട്ടുള്ള, അതായത് ഒരു നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരാണ് നോക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചുള്ള ആപ്ലിക്കേഷൻസിനെയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത് നോക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ നോക്കുക. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വേണമെന്നുണ്ടെങ്കിൽ ജാവയും നോക്കാം. ജാവ എന്നുള്ളത് എല്ലാ മോസ്റ്റ് ഓഫ് MNC കമ്പനീസിലും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ അടുത്തതായി പറയാൻ പോകുന്ന ഒരു ലാംഗ്വേജ് ആണ് കോട്ട്ലിൻ എന്നുള്ളത്. കോട്ട്ലിൻ എന്നുള്ളത് നിങ്ങൾ കൂടുതൽ പേരും കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. കാരണം എന്താ വെച്ചാൽ കോട്ട്ലിൻ എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ, ഒരു നേറ്റീവ് ആപ്ലിക്കേഷൻ ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് കോട്ട്ലിൻ ലാംഗ്വേജ്. അപ്പോൾ ആ കോട്ട്ലിൻ ലാംഗ്വേജ് വെച്ച് നമുക്ക് എന്താ ഈ പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലായി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം കൂടുതലും ഗൂഗിളിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തായിരിക്കും ഈ പറഞ്ഞ കോട്ട്ലിൻ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നോക്കുകയാണെങ്കിൽ ജാവ ഉണ്ട്, ജാവയിലും എന്ത് ചെയ്യാം മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. പക്ഷേ ജാവ കഴിഞ്ഞിട്ട് വന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ കോട്ട്ലിൻ. ഈ കോട്ട്ലിൻ എന്താ വെച്ചാൽ ജാവ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കോട്ട്ലിൻ എന്നുള്ള ലാംഗ്വേജ് എന്ത് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കോട്ട്ലിൻ വേണമെങ്കിൽ കോട്ട്ലിനും കൂടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും കൂടുതൽ സംശയമുള്ളൊരു സംഭവമാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്ന കുട്ടികളുണ്ടാവും, പഠിക്കാൻ ഉദ്ദേശിച്ച കുട്ടികൾ. അപ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ സംശയങ്ങളാണ്. കോട്ട്ലിൻ എടുക്കണോ അല്ലെങ്കിൽ ഫ്ലട്ടർ എടുക്കണോ? ഫ്ലട്ടർ എന്നുള്ളത് ഒരു ഫ്രെയിം വർക്കാണ്, ഡാർട്ടിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് ഈ പറഞ്ഞ പോലെ ഫ്ലട്ടർ എന്നുള്ളത്. അപ്പോൾ ഫ്ലട്ടർ എടുക്കണോ കോട്ട്ലിൻ എടുക്കണോ എന്നുള്ള പല സംശയങ്ങളുള്ള കുട്ടികളുണ്ട്. എൻ്റെ സജഷൻ വെച്ചാൽ ഞാൻ പറയുന്നത് ഫ്ലട്ടർ എടുക്കുക എന്നുള്ളത്. കാരണം കൂടി ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ കോട്ട്ലിൻ വെച്ച് നമുക്ക് എന്താ വെച്ചാൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കോട്ട്ലിൻ. പക്ഷേ ഫ്ലട്ടർ ആണെങ്കിൽ ക്രോസ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഒറ്റ കോഡിൽ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. iOS ഉപയോഗിക്കാം, ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ പറഞ്ഞ ഫ്ലട്ടർ ഉപയോഗിച്ചിട്ട്. പക്ഷെ അതുമല്ല, ഫ്ലട്ടറിൽ കൂടുതൽ കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കൂടുതൽ പാക്കേജസ് എന്തോ ആണെങ്കിൽ തന്നെ ഫ്ലട്ടർ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഈ ഫ്ലട്ടർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പല ആൾക്കാർ ചോദിക്കും സ്വിഫ്റ്റ് എടുത്താൽ എന്താ? സ്വിഫ്റ്റും നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് സ്വിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു iOS ആപ്ലിക്കേഷൻ, മാക് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ വാച്ച് OS, TV OS ഇതുപോലുള്ള ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അത് ആപ്പിളിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു സ്വിഫ്റ്റാണ്. പക്ഷേ ജോലി സാധ്യതകളൊക്കെ നിങ്ങൾ കൂടുതൽ നോക്കണം കമ്പാരിറ്റീവ്ലി. അതായത് ഫ്ലട്ടറും കോട്ട്ലിനേക്കാളും കമ്പാരിറ്റീവ്ലി സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ കുറവാണ്. സ്വിഫ്റ്റിൽ വളരെ കുറവാണ്. പക്ഷേ
ഈ പറഞ്ഞ ഫ്ലട്ടറിലും കോട്ട്ലിനിലും ഒക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോട്ട്ലിനും ഫ്ലട്ടറും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതല്ല കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് നല്ല സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എഫേർട്ട് ഇടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റും കൂടി എടുക്കാം. നല്ല ഓപ്ഷനാണ്, നല്ല സാലറി പാക്കേജ് ഒക്കെ ഉണ്ട്. പുറത്തൊക്കെ പോയാൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, പാക്കേജ് ഒക്കെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ അപ്പുറം കുറേ ലാംഗ്വേജസ് ഇനിയും ഉണ്ട്. ഈ PHP അല്ലാത്ത റൂബി, ആർ എന്നുള്ള പറഞ്ഞ പല ലാംഗ്വേജസ് ഉണ്ട്. അത് നമ്മുടെ ഓരോ വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെയുള്ള കാര്യം, എൻ്റെ അവസാനത്തെ ഒരു സജഷൻ വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ എല്ലാ ലാംഗ്വേജസും പല ആൾക്കാരുടെ മൈൻഡിലുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് ആ ലാംഗ്വേജ് നല്ല രീതിയിൽ സ്കില്ല് ബിൽഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൻ്റെ സിൻടാക്സ് മൊത്തത്തിൽ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെ ജാവയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് A to Z ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. A to Z മീൻസ് ബേസിക് ആയിട്ട് ഒരു ബിഗിനർ ലെവലിൽ ഒന്നും കോഡിങ് എന്താണെന്ന് അറിയാത്ത പോലെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ പ്ലേലിസ്റ്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഒരു ലാംഗ്വേജ് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് നല്ല സ്കില്ല് ബിൽഡ് ചെയ്യുക. ബിൽഡ് ചെയ്തതിന് ശേഷം അത് വെച്ച് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നല്ല, നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് തന്നെ നല്ല രീതിയിൽ പഠിച്ചാൽ അതിൽ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാം, ബാക്ക് എൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റും, ഈ പറഞ്ഞതുപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഒരു നേറ്റീവ് ആപ്ലിക്കേഷനും കൂടി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ പ്ലേലിസ്റ്റ് ഇറങ്ങുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.